ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് റമദാൻ ഫസ്റ്റ്, അതായത് സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിലായിരുന്നു. റമദാൻ്റെ കളക്ഷനൊക്കെ ആയിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്കാണ്. അതിനുശേഷം ഇന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം ഫുൾ ബിസി ആയിപ്പോയി. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. റമദാൻ ഓർഡേഴ്സും ഈദ് ഓർഡേഴ്സും എല്ലാം അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗാണ്. അതായത് ഈദിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ ഈദ് ഡേ, പിന്നെ അതിൻ്റെ സെക്കൻഡ് ഡേ ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബിയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇടയ്ക്ക് മോൻ ഒരു 5 ഡേയ്സിനേക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവനൊരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവൻ തിരിച്ച് വരാണ്. ഇതിൻ്റെ തലേന്നാണ് അവന് എത്തിയത്. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എയർപോർട്ടിൽ. ഈദ് അടുപ്പിച്ചായതുകൊണ്ട് തന്നെ ഒരുവിധം കൊറിയർ സർവീസ് എല്ലാം തന്നെ സ്റ്റക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർപോർട്ടിൽ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അന്നത്തെ ദിവസം അബുദാബിയിലുള്ള ഡെലിവറി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെലിവറി ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം മോനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം ഡെലിവറികളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് അലൈനിലേക്ക് എത്തിയത്. അലൈനിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 3-3:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തലേദിവസങ്ങളായതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ലൈവായിരുന്നു. എല്ലായിടത്തും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. മോനാണ് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നത്. മാഷാഅല്ലാഹ് അടിപൊളി എയർപോർട്ടാണ്. അങ്ങനെ ഇഷാൻ പറഞ്ഞ പ്രകാരം ഞങ്ങളിത് അവൻ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവനെ പിക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അബുദാബി സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള ഡെലിവറീസൊക്കെ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് അലൈനിലേക്ക് മടങ്ങി. ദുബായ് ഷാർജ സൈഡിലൊക്കെ എത്തുന്നത് പോലെ നമ്മൾ സാധാരണ അബുദാബിയിൽ എത്താറില്ല. വളരെ ചുരുക്കമായിട്ടാണ് അബുദാബി സൈഡിൽ വരാറുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദുബായ്, അജ്മാൻ, ഷാർജ ഈ സ്ഥലങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് മോനെ പിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിൻ്റെ ഇരുന്ന് ലൊക്കേഷനൊക്കെ വാങ്ങി അവരുടെ ഐറ്റംസ് എല്ലാം ഡെലിവറി ചെയ്തു. ശേഷം നമ്മൾ മുസഫ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ അലൈനിൽ പോകേണ്ടത്. മുസഫയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡെന്ന് പറഞ്ഞാൽ അത്താഴം ടൈം ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം വീട്ടിലെത്തുമ്പോഴേക്ക് എന്തായാലും ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ അത്താഴം കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കയറിയത്. അങ്ങനെയായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അലൈനിലേക്ക് തിരിച്ചു. അതിന് വീട്ടിലെത്തി സുബഹ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഏകദേശം ഒരു 9-9:30 മണി വരെ കിടന്നുറങ്ങി. അപ്പം നെക്സ്റ്റ് ഡേ ഇതായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എഴുന്നേറ്റ് ഉടനെ ലോണ്ട്രി എല്ലാം ക്ലിയറാക്കി. കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഹെന്ന ഇടാൻ പോകണം. സാധാരണയായിട്ട് 2 ദിവസം മുൻപേ ഇടാറുണ്ട്. പക്ഷേ എന്തൊക്കെയോ തിരക്ക് കാരണം ഞാൻ പോകാൻ പറ്റിയില്ല. ഈ ഒരു മോർണിംഗ് ടൈമിലെങ്കിലും ഇട്ടാലാണ് നെക്സ്റ്റ് ഡേ സ്റ്റെയിൻ നന്നായിട്ട് കളർ വരുള്ളൂ. അതുകൊണ്ട് എന്തായാലും അത് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളെ എഴുന്നേൽപ്പിച്ചു. ഞാനും ഇനായയും കൂടിയിട്ട് ഇതാ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം പോകുന്ന സലൂണിലാണ് വന്നത്, സോന സലൂൺ എന്ന് പറഞ്ഞിട്ട്. അവിടെ മെയിൻലി അറബ്സ് മാത്രമാണ് ഇട്ടുണ്ടാകാൻ. ഭയങ്കര തിരക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഈദിൻ്റെ തലേന്നൊക്കെ അവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. എന്നിരുന്നാലും പോയി ഞാൻ ടോക്കൺ എടുത്തു. എനിക്കും ഇനായക്കും കൂടി ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് 80 ദിറംസാണ് അവർ ടോട്ടലായത്. ഇനായക്ക് 30 ദിറംസും എനിക്ക് 15. 2 കൈയുടെ അതായത് ഔട്ടർ പോർഷൻസിൽ മാത്രമാണ് ഇടുന്നത്. സാധാരണ അവിടെ റേറ്റൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഈദ് ടൈമിൽ റേറ്റ് കുറച്ച് നല്ല കൂടുതലായിരിക്കും. ഏകദേശം 1.5-2 മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ടോക്കൺ നീങ്ങുന്നൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 5-6 സ്റ്റാഫാണ് ഈ ഹെന്ന ഇടാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ സ്റ്റാഫിൻ്റെ ചുറ്റുവട്ടത്തും ഒരുപാട് ആൾക്കാർ മുൻപ് ടോക്കൺ എടുത്തവർ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാലേ ഇത് നടക്കുള്ളൂ എന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്ക് കുറച്ച് പണികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കൊറിയർ സർവീസും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെൻറ്റ്സിലുള്ള അബായാസ് എല്ലാം തന്നെ നമ്മളാണ് ഡെലിവറി ചെയ്തത്. അപ്പം മോനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പോകാമെന്ന് പറഞ്ഞു ദുബായിലേക്ക്. ഞാനും കൂടി പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഒരു പണികളും നടക്കില്ല. നെക്സ്റ്റ് ഡേ ഉള്ള എല്ലാ പ്രിപ്പറേഷൻസും ബാക്കിയാണ്. അതൊക്കെ തലേന്ന് ചെറിയ രീതിയിലെങ്കിലും സെറ്റ് ചെയ്താലാണ് നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയില്ല. മോനും അമ്മനും ഇഷാനും കൂടി ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു.
അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും സലൂണിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി അവർക്കെല്ലാം ഡീറ്റെയിൽസും എഴുതി കൊടുത്ത് ഞാനവിടെ വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ സലൂണിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും ആൾക്കാർ കൂടല്ലാതെ കുറഞ്ഞില്ല. ഞാൻ സാധാരണ ഇങ്ങനെ പോവാറേ ഇല്ല കേട്ടോ. അതായത് പെരുന്നാളിൻ്റെ തലേന്ന് പോയിട്ട് മൈലാഞ്ചി ഇടാറില്ല. അതിൻ്റെ ഒരു 2 ദിവസം മുൻപേ പോയി ഇടും. എന്നാലും സ്റ്റെയിന് നന്നായിട്ട് ആ ഒരു ഈദിൻ്റെ ഡേ ആകുമ്പോൾ നല്ല സ്റ്റെയിൻ വരികയും ചെയ്യും. നമുക്ക് റഷൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പക്ഷേ എനിക്കെന്തോ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അതുകൊണ്ടാണ് പിന്നെ അതങ്ങനെ ഇടുക. എനിക്കാണെങ്കിൽ മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ പോയപ്പം റഷ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഇന്നത്തെ ദിവസം നടക്കില്ല. ഇന്ന് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ബ്ലോക്കാവും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എമൗണ്ട് തിരിച്ച് വാങ്ങി 2 ഹെന്ന കോണും വാങ്ങി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഈ ഹെന്ന കോൺ സെയിൽ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് മെയിനായിട്ട്. അതായത് ഇവിടെ UAE മൊത്തം സപ്ലൈ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഹെന്ന കോൺ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് ആവുന്നത് പോലെ ഞാനും ഇനായും ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ വന്ന് വീട്ടിൽ വന്നിട്ട് ഹെന്ന ഇട്ടു. എന്തായാലും സലൂണിൽ നിന്ന് മടങ്ങുമ്പോൾ അത് തന്നെ മനസ്സിലുണ്ടായത് ഹെന്ന ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്നുള്ളതാണ്. ഹെന്ന ഇട്ട് ഒരു കുറച്ച് നേരം കിടന്നുറങ്ങി. ഈവനിങ്ങിലുള്ള ഇഫ്താറിൻ്റെ ടൈമിലേക്ക് ഹസ്ബൻഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഭാഗം ചിന്തിക്കേണ്ടതില്ലായിരുന്നു. അങ്ങനെ ഞാനും ഇനായും കൂടി ഹെന്ന ഇട്ട് കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങി. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഇറങ്ങിയത്. എപ്പോഴെങ്കിലും ഇടുന്നത് കൊണ്ട് തന്നെ ഹെന്ന ഇടൽ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നിരുന്നാലും ഒപ്പിച്ചെടുത്തു. ഞാനും ഇനായും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അതിനുശേഷം കിച്ചണിലേക്ക് കയറി. അപ്പോഴേക്കും ഹെന്ന എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്റ്റെയിൻ ആയിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഭാഗം സമാധാനമായി. ശേഷം ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് 2 തരം ഐറ്റംസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരെണ്ണം രസ്മലായും പിന്നെ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങും. ഇത് 2 ഐറ്റംസ് നേരത്തെ ആക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഡെസേർട്ട്സ് നേരത്തെ ഉണ്ടാക്കിയിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ വലിയൊരു സമാധാനമാണ്. സാധാരണയായിട്ട് ബിരിയാണീൻ്റെ പണികൾ ഉണ്ടാകാറില്ല. ഉച്ചയ്ക്ക് ബിരിയാണി പുറത്തുനിന്ന് വരികയാണ് ചെയ്യുന്നത്. കാര്യമായിട്ട് ഈ ഡെസേർട്ട്സ് ഉണ്ടാക്കലും അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഇനി ബാക്കിയുള്ളത്. റസ്മലായൊക്കെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ അറിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല. റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വല്ലാണ്ട് ലെങ്തി ആവും. അതുപോലെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ് നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ ആ ഒരു റെസിപ്പി ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. അങ്ങനെ റസ്മലായി റെഡിയായി വന്നു. അതിനുശേഷം ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിനൊരു ചോക്ലേറ്റ് ബേസ് ഉണ്ടാക്കണം. ചോക്ലേറ്റും കോൺഫ്ലവറും അതുപോലെ പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബേസ്. നല്ല ടേസ്റ്റാണ് ആ ഒരു ബേസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബേസ് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു ഫ്രഷ് ക്രീം ലെയറും കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പുഡിംഗ്. വളരെ ഈസിയാണ്. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഈ വക പണികളൊക്കെ ചെയ്യുമ്പോഴേക്ക് തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു തവണ പുറത്ത് പോകേണ്ടി വന്നു. എന്തൊക്കെയോ ചെറിയ ഐറ്റംസ് വാഴയില അതുപോലെ കാരമൽ സോസ് ഇങ്ങനെ എന്തെല്ലോ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി. ലുലു പോയിട്ട് ഐറ്റംസ് വാങ്ങിച്ചിട്ട് വന്നു. ഫ്രീസറിൽ നിന്ന് ചിക്കനും പിന്നെ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാനുള്ള ചിക്കൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ള ചിക്കനും പിന്നെ മട്ടനൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. മാത്രമല്ല നെക്സ്റ്റ് ഡേ ഉദ്ദേശിച്ചത് നെയ്പ്പത്തിലും പിന്നെ അരി ഒറോട്ടിയും അതുപോലെ മട്ടൻ സ്റ്റൂവും ചിക്കൻ കറിയും, ചിക്കൻ വരട്ടിയത്, ഈ 4 ഐറ്റംസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആണിത്. ഈദ്ഗാഹിനൊക്കെ എല്ലാവരും പോയി. ആ ഒരു ടൈമിൽ ഞാൻ കിച്ചണിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളെല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശേഷം ഹസ്ബൻഡും മക്കളെല്ലാം ഷോപ്പിലേക്ക് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ച് വന്ന് കുറച്ച് നേരം പിന്നെ റെസ്റ്റിംഗ് ടൈമാണ്. നല്ലൊരു ഉറക്കെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. കാരണം തലേന്ന് ഹസ്ബൻഡ് വരുന്നത് തന്നെ 3-3:30 മണിക്കാണ്. ഷോപ്പ് ക്ലോസ് ആക്കാറില്ല തലേന്ന്. ഈദ്ഗാഹെല്ലാം കഴിഞ്ഞ് വീണ്ടും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും ഷോപ്പിലേക്ക് പോയി തിരിച്ച് വന്നിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈവനിങ്ങിൽ എവിടെയെങ്കിലും ഇറങ്ങാറുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലപോലെ
നല്ലപോലെ ഉറങ്ങി. ശേഷം ലഞ്ച് കഴിച്ച് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ദുബായിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടത്. അങ്ങനെ ഞങ്ങളിതാ ജാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പിന്നെ എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ മംഗലാട്ട് ഫാമിലി, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ UAE. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകാമെന്നുള്ള പ്ലാന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഉദ്ദേശിച്ച് എല്ലാ തയ്യാറെടുപ്പോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഐറ്റംസ് എല്ലാം തന്നെ പാക്ക് ചെയ്തു 2 ദിവസത്തേക്കുള്ള. 2 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോകുന്ന ദിവസവും പിന്നെ നെക്സ്റ്റ് ഡേ ഫുള്ളും. അപ്പോൾ അതിനേക്കുള്ള എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് നമ്മളിതാ സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഏകദേശം മഗ്രിബ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ സാറ താമസിക്കുന്ന ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവളും കൂടി നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മംഗലാട്ടുകാരെല്ലാവരും കൂടി അജ്മാനിൽ മീറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവളും റസ്ബിയും നമ്മളെ കൂടെ തന്നെ ജോയിൻ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ അജ്മാൻ ഫെസ്റ്റിവൽ സിറ്റി അവിടേക്കാണ് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അങ്ങനെ അവിടേക്ക് പുറപ്പെട്ടു. ഇനായ സാറിനെ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അവനെ കണ്ടിട്ട് ഏകദേശം ഒരു 1 വീക്കിന് മുകളിലായി കണ്ടിട്ട്. ഞങ്ങളവിടെ പോകുന്ന ടൈമിൽ സാൻ നല്ല ബഹളമായിരുന്നു, അവന് നല്ല കരച്ചിലായിരുന്നു, തീരെ മൂഡില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ നമ്മളൊക്കെ കണ്ടതിന് ശേഷം അവന് നല്ല ആക്റ്റീവായി. പ്രത്യേകിച്ച് ഇനായ അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കണ്ടപ്പോൾ തന്നെ അവന് ഫുൾ ഹാപ്പിയായി. അവിടെ പോയി മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ശേഷം നമ്മൾ അജ്മാനിലേക്ക് വന്നു. അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത്, അതായത് അജ്മാൻ ഫെസ്റ്റിവൽ സിറ്റിയിൽ. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. കാരണം അവിടെ ആകുമ്പം മക്കൾക്കെല്ലാം കളിക്കാനുള്ള ഒരുപാട് ഏരിയാസും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെയാണ് എത്തിയത് ആ ഒരു ഡേ. അവിടെ കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ടൊന്ന് മീറ്റ് ചെയ്തു, വർത്തമാനം പറഞ്ഞു. ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു. അവിടെ കിടന്നുറങ്ങി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. തലേന്ന് അജ്മാനിൽ മീറ്റ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും കൂടി ഡിസൈഡ് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചൊരു സ്പോട്ട് കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡൻസിലാണ്. അപ്പോൾ അത് പുതിയൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ. അതുപോലെ അൽ ഹിഫായ ലേക്ക്, അതും അവിടുത്തെ പുതിയൊരു അട്രാക്ഷനാണ്. അപ്പോൾ ഈ 2 സ്പോട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് വിട്ടു. ഒരു 2:30 ആയപ്പം നമ്മളെല്ലാവരും പുറപ്പെട്ടു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ എല്ലാവരും ആ ഒരു സ്പോട്ടിലേക്ക് എത്താമെന്നുള്ള തീരുമാനത്തിലായി. ഏകദേശം 5 കാറിലായിട്ടാണ് എല്ലാവരും അവിടെ എത്തിയത് കേട്ടോ. സ്പോട്ട് കൽബയിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് അലൈനിലേക്ക് ഡയറക്റ്റ് വരാൻ ഈസിയാണ്. തിരിച്ച് ഷാർജ വന്നിട്ട് പോകുമ്പോൾ ഡബിൾ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും വണ്ടിയിൽ കരുതിയിട്ട് അലൈനിൽ പോകാനുള്ള തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് പോയത് കേട്ടോ. അങ്ങനെ ഐറ്റംസ് എല്ലാം വണ്ടിയിൽ വെച്ച് ഞങ്ങളിതാ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റിനേക്കാളും ഞാൻ ആസ്വദിക്കുന്നത് നമ്മുടെ ആ ഒരു ട്രാവലിംഗ് ടൈമാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസാണ്. കുറേ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും പുറം കാഴ്ചകൾ, പുതിയ ലൊക്കേഷനിലെല്ലാം ആണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്ന ആ ഒരു ടൈം, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ആ ഒരു ടൈമാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. അവിടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ഫീലാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്.
കൽബയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള എല്ലാ സ്പോട്ട്സും നല്ല നല്ല ഭംഗിയുള്ള ഏരിയാസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം അവിടുന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യാത്രകൾ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻസ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താൻ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു ഏരിയ ആയിരിക്കും ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്തത് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ. അതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു, നല്ല ട്രാഫിക്കായിരുന്നു. ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ എത്താറായപ്പം. അങ്ങനെ ഏകദേശം കൽബെത്താറായപ്പോൾ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിലിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഹാങ്ങിങ് ഗാർഡൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മംഗലാട്ടിലുള്ള ബാക്കി എല്ലാ ടീംസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. രാത്രി ഏകദേശം ഒരു 1 മണി വരെ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു നമ്മൾ. ശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയി. അവിടെ അടുത്ത് തന്നെ ഒരു ടൗൺ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ടൗൺ ഏരിയ കിട്ടി. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, ഒരു 5-6 ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാണ് പിന്നെ തിരിച്ച് ഓരോരുത്തരെ ലൊക്കേഷനിലേക്ക് മടങ്ങിയത്. അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് നന്നായി എൻജോയ് ചെയ്തൊരു ഈദായിരുന്നു നമ്മുടേത്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.